അയ്യോ എന്റെ ബാക്കിൽ എന്തോ വെച്ച് കുത്തിയേ. ആരടി അത് എന്റെ ബാക്കിൽ കുത്തിയത്? എന്റെ കഴുത്തിനെ പിടിച്ചോട് തിരിഞ്ഞു നോക്കാനും പറ്റുന്നില്ലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അപ്പുവിനെ കൊണ്ട് എവിടെ പോവേ? ഹോസ്പിറ്റലിൽ പോവാണ് ഗൈസ്. ദാണ്ടേ ഞാൻ മദർ ആദിക്കുന്നു. അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. അപ്പു എന്തി? അപ്പു അപ്പു എവിടെ? അപ്പു അപ്പു എവിടെ? അപ്പു എന്തി? അപ്പു ഇങ്ങോട്ട് നോക്ക്. അപ്പു എന്തി? അപ്പു അപ്പു മോൻ എന്തി? അപ്പു വേണ്ടേ, നമ്മൾ പോകുകയാണ് ഗൈസ്, നമ്മൾ പോകുകയാണ്. നമ്മുടെ കുട്ടി എവിടാ പോകുന്നതെന്ന് അറിയാതെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ അവളെയും കൊണ്ട് ഇതാ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് തന്നെ കയറാൻ പോവുകയാണ് കേട്ടോ. അവൻ ഇതുവരെയും അറിയത്തില്ല ഇത് എവിടാ പോകുന്നതെന്നുള്ളതെന്നൊക്കെ. അവൻ 2 ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ലാന്നേ. അപ്പം നമ്മൾ വിചാരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന്. അങ്ങനെ വന്നതാണ്. ഒന്നും കഴിക്കുന്നില്ല. ഇന്നലെ ആണെങ്കിൽ ഛർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടി, പാവം. അപ്പോൾ ഇത് പനിയുടെ ആണോ മറ്റെന്തെങ്കിലും കഴിച്ചതിൻ്റെ ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇത് കാണിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവൂ. അങ്ങനെ അവനെ കൊണ്ട് കാണിക്കാൻ വന്നതാണ്. അങ്ങനെ പിന്നെ ഞാനും എന്റെ ചുട്ടുമണിയും കൂടെ അവിടെ നിന്ന് കാര്യമൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടിക്ക് ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ നിന്നപ്പോഴാണ് 2 കുട്ടികൾ ഇതാ കോഴിയും കൊണ്ടുവന്നത്. അങ്ങനെ മരുന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതൊക്കെ വാങ്ങിക്കണം. അതിന്റെ ഇടയ്ക്ക് ഒരു കൂട്ടര് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഒരു ഞാഞ്ഞൂല് പൂച്ചയായിരുന്നു. അത് അവിടെ കിടന്ന് ഓട്ടം, അവരുടെ ഉപ്പാട് ഇളകിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പൂച്ച പിടിക്കാനായിട്ട്. അങ്ങനെ കിട്ടി. അതാണ്ടതാ ഇവ ഇഞ്ചക്ഷൻ എടുക്കുന്ന കണ്ടോ. ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴുള്ള ഇരുത്തം കണ്ടോ കുട്ടിയുടെ. പാവ മനുഷ്യർണയോടെ ഇരുന്നു, ഒരു കരച്ചിലും ഇല്ലായിരുന്നു. പാവ കുട്ടിയായിരുന്നു കേട്ടോ. ഇതിനു മുമ്പേ ഇവനെ ഇതുപോലെ കൊണ്ട് കാണിക്കാൻ വന്ന സമയത്ത് ഒരു പൂടപ്പട്ടി ഉണ്ടായിരുന്നു. അതാണെങ്കിൽ കടിക്കാനായിട്ട് വരുന്ന ഒരു പട്ടി തന്നെയായിരുന്നു കേട്ടോ. അതേസമയം നമ്മുടെ അപ്പു അടങ്ങി ഒതുങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. പാവം. അപ്പൊ നമ്മൾ വീട്ടിലെത്തി ഗൈസ്, വീട്ടിലെത്തി. കുഴഞ്ഞ് എന്തൊരു വെയില്.